എന്ത് കലാപമാണ് അതിൻ്റെ അകത്ത്? എന്ത് കലാപമാണ്? എന്ത് കലാപമാണ്? ആ പാട്ട് കണ്ട് കലാപം ഉണ്ടാ, ആ ചിത്രം കണ്ട് ഞാൻ പറയരുത്. അത് തന്നെ പറയാം. അത് അവരുണ്ടാക്കുമല്ലേ, കേസ് ഉണ്ടാക്കുമല്ലേ. ആ കേസ് നിൽക്കൂല, അത് കോടതി എടുത്ത് ചവറ്റോട്ടയിൽ എറിയുന്ന കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവര് ഒരു നല്ല നമസ്കാരം. അതല്ല, ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അതൊരു മുതിർന്ന നേതാവല്ലേ, അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ, KPCC ഭാരവാഹിയൊക്കെ ആയിട്ടിരുന്ന ഒരാളല്ലേ, ഒരു മുതിർന്ന ആളെ. എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത്? AI വെച്ചിട്ട്, AI ടൂൾ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ CPM ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം. എല്ലാ ദിവസവും എനിക്കെതിരെ 10 കാർഡ് ഇറങ്ങുന്നത്, 10 കാർഡ്. അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇവിടെ വന്ന് പറവൂർ വന്ന് പ്രസംഗിച്ചാണ്. ഇയാൾക്കെതിരെ 10 കാർഡ് ഇറക്കും, അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളണം. പേരൊന്നും പറയണ്ടല്ലേ ആരാ അത് ചെയ്തതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരിറക്കുന്നതൊന്നുമല്ല പ്രശ്നം. അങ്ങനെയല്ല, പോലീസ് അറിയാതെ കേസെടുക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുക. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസർ. അത് നാണം കെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന്. അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിൻ്റെ അകത്ത് കേസെടുക്കാൻ പോയെന്ന് പറഞ്ഞ്. ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തിനാണ് കേസെടുത്ത്? അല്ല, വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത്. അങ്ങനെ എത്ര CPM-കാർ ഇപ്പോൾ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട്. എത്ര ഇന്നിറക്കിയ കാർഡ് ഞാൻ കാണിച്ചത്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഒരു 4-5 ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ അതുകൊണ്ട് ആസ്വദിക്കും. ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല. അതൊന്നും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടെ ഇത് വിചാരിക്കുമെന്ന്. എന്തെല്ലാം ഇറക്കുന്നത്? ഞങ്ങളിത് ചെയ്യാൻ പറയും. ഞങ്ങൾ ചെയ്യാൻ പറയും. മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അങ്ങനെ ഭയപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാവരും ഇടാൻ പോകും. ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് AI ആണോ അല്ലാത്തതാണോ. എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് AI വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേന്ന്. ഇപ്പോൾ ചിത്രം ഉണ്ടല്ലോ, ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം. അടുത്തൊന്നും സംസാരിക്കണില്ല, അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച്. ഞങ്ങളതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. ഒരു വ്ളോഗറിനെ ടൂറിസം കൊണ്ടുവന്നുവിടെ. എന്നിട്ട് ആ വ്ളോഗർ പിന്നീട് അവർ സ്പൈ ആണെന്ന് കണ്ടുപിടിച്ചു. ഭയങ്കര ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രിയെ കുറ്റക്കാരനാക്കില്ല എന്ന്. കാരണം അവർ സ്പൈ ആണെന്ന് അറിഞ്ഞിട്ടാണോ ടൂറിസം മന്ത്രി അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൂറിസത്തിന് വേണ്ടി വ്ളോഗറാക്കിയത്? അല്ലല്ലോ. നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ നാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായ നമ്മളെങ്ങനെ ഉത്തരവാദിയാവണം? ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഇത്. അന്ന് ആ വിവാദം അവസാനിച്ചു. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. മന്ത്രിക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലേ? അന്ന് ആക്ഷേപം അവസാനിച്ചു. സോഷ്യൽ മീഡിയയിൽ പിന്നെ ആരും മന്ത്രിക്കെതിരെ എഴുതിയില്ല. ഞങ്ങൾ അതുപോലത്തെ തറവേലകൾക്കൊന്നും ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കും, ഭരണപരമായ തെറ്റുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതെന്താണെന്ന് വിചാരിച്ചത്? കേരളം മുതിർന്ന ആളുകളെ ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾ പേടിച്ചു പോകുന്നതാണ്. ഞങ്ങളെല്ലാം പേടിച്ച് മാളത്തിൽ വിളിക്കുന്നതാണ് വിചാരിച്ചത്. അത് പാട്ട് നിരോധിക്കാൻ പോയപ്പോൾ കണ്ടല്ല, പാട്ടിനെതിരെ കേസെടുത്തപ്പോൾ കണ്ടല്ല. ആ പാട്ട് ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.